നമസ്കാരം. മിഡിൽ ഈസ്റ്റിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം. ഇപ്പോൾ തുർക്കിയും ഇറാനുമായി നിർണായകമായിട്ടുള്ളൊരു ഫോൺ സംഭാഷണം നടന്നു എന്ന രീതിയിൽ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. തുർക്കിയുടെ ഫോറിൻ മിനിസ്റ്ററായിട്ടുള്ള ഹക്കാൻ ഫിദാനും ഇറാന്റെ ഫോറിൻ മിനിസ്റ്ററായിട്ടുള്ള അബ്ബാസ് ആരാക്ചിയും തമ്മിലാണ് ഈ ഒരു ഫോൺ സംഭാഷണം, ഈ ഒരു നിർണായകമായിട്ടുള്ള ഫോൺ സംഭാഷണം നടന്നിരിക്കുന്നത്. തുർക്കിയുടെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള ഹക്കാൻ ഫിദാൻ ഇപ്പോൾ ഇസ്രയേലിനെ വിമർശിച്ചുകൊണ്ടാണ് രംഗത്ത് വരുന്നത്. അദ്ദേഹം പറയുന്നത് ഇസ്രയേലിന്റെ നടപടികളാണ് ഇറാനെ തിരിച്ചു പ്രതികരിക്കാനായിട്ട് നിർബന്ധിതമാക്കിയത് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഇസ്രയേൽ ഇറാന്റെ എനർജി സെക്ടറിൽ നടത്തിയ ആക്രമണവും അതിനുശേഷം ഖത്തറിലേക്കും കുവൈറ്റിലേക്കും അവിടെയുള്ള LNG ഫെസിലിറ്റികൾക്ക് നേരെയും അതുപോലെ തന്നെ റിഫൈനറികൾക്ക് നേരെയും ഇറാൻ നടത്തിയിട്ടുള്ള ഒരു ആക്രമണത്തിന് ശേഷമാണ്, അത്തരമൊരു സാഹചര്യത്തിന് ശേഷമാണ് ഇപ്പോൾ ഇറാനും തുർക്കിയുമായി ചർച്ചകൾ നടക്കുന്നത്. എന്തായാലും ഈ രണ്ട് വിദേശകാര്യ മന്ത്രിമാർ തമ്മിൽ ഫോണിലൂടെ ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. മറ്റൊരു റിപ്പോർട്ടെന്ന് പറയുന്നത് അമേരിക്കയുടെ F-35 അത് ആക്രമിച്ചു എന്നാണ് ഇപ്പോൾ ഇറാൻ പറയുന്നത്. അതിനോടൊപ്പം തന്നെ ഇതിനൊരു വീഡിയോയും, ഇത് സംബന്ധിക്കുന്ന ഒരു വീഡിയോയും ഇറാൻ പുറത്തുവിട്ടിട്ടുണ്ട്. നമുക്കറിയാവുന്നതുപോലെ തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും അഡ്വാൻസ് ആയിട്ടുള്ള എയർക്രാഫ്റ്റുകളിൽ, അതായത് സ്റ്റെൽത്ത് എയർക്രാഫ്റ്റുകളിൽ ഒന്നാണ് ഈ F-35 എന്ന് പറയുന്നത്. റഡാറുകളിൽ തന്നെ പെട്ടെന്ന് ഇത്തരം എയർക്രാഫ്റ്റുകളെ കണ്ടെത്താൻ കഴിയുകയില്ല. അത്തരമൊരു എയർക്രാഫ്റ്റിനെയാണ് ഇപ്പോൾ ഇറാൻ ആക്രമിച്ചു എന്ന് റിപ്പോർട്ടുകൾ വരുന്നത്. എന്നാൽ അമേരിക്ക ഈ വാർത്തയോട് പ്രതികരിച്ചത് തങ്ങളുടെ F-35 ഡാമേജുകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് അമേരിക്ക തന്നെ സമ്മതിക്കുന്നുണ്ട്. എന്നാൽ ആക്രമണം അത് ഇറാന്റെ ഭാഗത്ത് നിന്നാണോ എന്ന് ഇവർ സ്ഥിരീകരിക്കുന്നില്ല. ഇൻവെസ്റ്റിഗേഷൻ നടക്കുകയാണ് എന്നാണ് അമേരിക്ക പറയുന്നത്. ഇറാൻ പറയുന്നത് തങ്ങളുടെ എയർ ഡിഫൻസ് സിസ്റ്റം ഇപ്പോൾ അപ്ഗ്രേഡ് ചെയ്തിരിക്കുകയാണ്. അതായത് ഇറാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇത്തരം ഉപരോധങ്ങൾക്കിടയിലും അഡ്വാൻസ് എയർ ഡിഫൻസ് സിസ്റ്റം ബിൽഡ് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ്. എന്നാൽ അമേരിക്ക പ്രതികരിക്കുന്നത് ഇപ്പോഴും ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടേയിരിക്കുകയാണ് എന്നാണ്. ഇതിന്റെ ഒരു ഫൈൻഡിങ്സ്, അതായത് ഒരു ഇൻവെസ്റ്റിഗേഷന്റെ ഫൈൻഡിങ്സ് എപ്പോഴെങ്കിലും വരികയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു വിഷയത്തെക്കുറിച്ച് കൂടുതൽ ക്ലാരിറ്റി കിട്ടുമെന്നാണ് ഈ ഒരു റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. എന്നിരുന്നാലും ലോകത്തിലെ ഏറ്റവും ശക്തമായിട്ടുള്ള വ്യോമസേന അമേരിക്കയുടേതാണ് എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ അത്തരമൊരു വ്യോമസേനയ്ക്ക് ഈ ഒരു ഇറാനിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഒരു റിപ്പോർട്ട് പറയുന്നത് അമേരിക്കയ്ക്ക് ഇതുവരെ നഷ്ടമായിട്ടുള്ളത് ഏകദേശം 16ഓളം സൈനിക വിമാനങ്ങളാണ്. അത് തീർത്തും അമ്പരപ്പിക്കുന്ന ഒരു റിപ്പോർട്ട് തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മറ്റൊരു വാർത്ത ഇറാൻ പ്രസിഡന്റ് ആയിട്ടുള്ള മസൂദ് പെഷസ്കിയനെ കുറിച്ചാണ്. നിർണായകമായ ഒരു പ്രസ്താവനയാണ് അദ്ദേഹം ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഇറാൻ തങ്ങളുടെ മുസ്ലിം അയൽ രാജ്യങ്ങളുമായിട്ട് സംഘർഷം ആഗ്രഹിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുന്നത് മേഖലയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് അത് അമേരിക്കയും ഇസ്രയേലുമാണെന്നാണ്. അമേരിക്കയ്ക്ക് സൈനിക ബേസുകൾ നൽകുന്നതിലൂടെ സ്പെഷ്യലി ഖത്തർ ആൻഡ് കുവൈറ്റ്, അതായത് ഖത്തറിലും കുവൈറ്റിലും അമേരിക്കയെ സംബന്ധിച്ച് അവരുടെ സൈനിക സാന്നിധ്യം വളരെയധികം ശക്തമാണ്. അതുകൊണ്ടാണ് ഇറാൻ ഇത്തരം പ്രദേശങ്ങളെ ലക്ഷ്യം വെക്കുന്നതെന്നാണ് ഈ ഒരു റിപ്പോർട്ട് പറയുന്നത്.